എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പരിശോധിക്കുകയുണ്ടായി. പരിശുദ്ധാത്മ സ്നാനം ആർക്കാണ് ലഭിച്ചത് എന്നുള്ളതായിരുന്നു അവിടുത്തെ വിഷയം. അത് മുഴുവനും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചില്ല. ഇന്ന് അത് തുടരുകയാണ്. പരിശുദ്ധാത്മ സ്നാനം രണ്ട് പ്രാവശ്യമാണ് വിശുദ്ധ ബൈബിളിൽ നടന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് നാം കണ്ടു കഴിഞ്ഞു. ചില സംശയങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിനെ സംബന്ധിച്ച് ആളുകൾ ചോദിക്കുകയുണ്ടായി. അതിനുള്ള മറുപടി നമ്മുടെ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് തൃപ്തികരമായി എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ചിന്തയിൽ പരിശുദ്ധാത്മ സ്നാനം 2 ഘട്ടങ്ങളിലായി നടന്നു എന്നുള്ളത് മറക്കരുത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമാണ്. അതായത് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചത് ആർക്കാണ്? അതിൻ്റെ മറുപടിയായിട്ട് നാം ചില വചന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി പരിശുദ്ധാത്മ സ്നാനം പെന്തക്കോസ് നാളിൽ ലഭിച്ചത് അപ്പസ്തലന്മാർക്കാണ്. 12 അപ്പസ്തലന്മാർക്കാണ് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചത്. പരിശുദ്ധാത്മ സ്നാനം വീണ്ടും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു 10 വർഷത്തിന് ശേഷം. അത് ലഭിച്ചത് അപ്പോസ്തലന്മാർക്കല്ല, അവർക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു. ആ 10 വർഷത്തിന് ശേഷം ലഭിച്ചത് ജാതികളുടെ പ്രതിനിധിയായിട്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഉള്ള വിശ്വസിച്ചവരായിട്ടുള്ള ആളുകൾക്കുമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്കുള്ള പഠനം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ചില സംശയങ്ങൾ നമുക്ക് വരുമ്പോൾ അതിനെ അല്പ ക്ഷമയോടെ ഇതൊന്ന് ആ ഭാഗം ഒന്ന് പൂർത്തീകരിക്കുന്നത് വരെ ഒന്ന് കാത്തിരിക്കണം. അതല്ല എന്ന് വരികിൽ നമുക്ക് പെട്ടെന്ന് തോന്നിപ്പോകുന്നത് യോവേൽ പ്രവാചകന്റെ പ്രവചന നിവൃത്തിയായിട്ടാണ് ഈ ആത്മസ്നാനം നടന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പൊ യോവേൽ പ്രവാചകനെ കോട്ടിയിട്ടുണ്ട് 1-ാം അധ്യായത്തിൽ. ക്ഷമിക്കാൻ 2-ാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കോട്ടിയിട്ടുണ്ട്. അവിടെ യോവേൽ പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അന്ന് നടന്ന കാര്യങ്ങളല്ല, അല്ലെ അന്ന് നടക്കുമെന്ന് യോവേൽ പറഞ്ഞ കാര്യങ്ങളുമല്ല. അന്ത്യകാലം എന്ന് പറയുന്നത് യേശുകർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ശേഷം തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അത് കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെയും അന്ത്യകാലം തന്നെയാണ്. അന്ത്യകാലത്തിൻ്റെ ആരംഭത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് യോവേൽ. അന്ത്യകാലത്തിൻ്റെ അവസാനം നടക്കുന്ന യഹോവയുടെ ദിവസത്തിങ്കൽ നടക്കുന്നതായ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി അന്ന് നടന്നു എന്നുള്ള രീതിയിൽ കാണാതെ അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് പത്രോസ് വിശദീകരിക്കുകയാണ്. ഞങ്ങൾ മദ്യം കുടിച്ച് മത്തരായിട്ടിരിക്കുകയല്ല, ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങൾ യോവേൽ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ചതത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നത്. ഇനി ഇത് അപ്പോസ്തലന്മാർക്ക് മാത്രമാണ് ലഭിച്ചത് എന്ന് നമ്മൾ പറയുവാൻ ചില കാരണങ്ങൾ നമ്മൾ കണ്ടെത്തി. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഇത് അപ്പോസ്തലന്മാരോട് മാത്രമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റെഫറൻസ് എല്ലാം നമ്മൾ കണ്ടതാണ്, അതിലേക്കൊന്നും ആവർത്തിക്കുന്നില്ല. 2ാമത്തെ കാരണം ഈ പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു എന്ന് പറഞ്ഞത് ആരാണ് ഈ എല്ലാവരും? അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തിൽ 1-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരെ കുറിച്ചാണ്. അപ്പൊ അവരാണ് അവർ എന്നുള്ള സർവനാമം ഉപയോഗിച്ചുകൊണ്ട് അവിടെ കൂടിയിരിക്കുന്നതായിട്ട് പറയുന്നത്. അപ്പൊ അപ്പോസ്തലന്മാരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. ഇതിനെ സംബന്ധിച്ച് കുറച്ചും കൂടി അന്വേഷണം നടത്തിയിട്ട് നമ്മുടെ പ്രിൻസ് സഹോദരന് ഒരു ട്രാൻസ്ലേഷന്റെ കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ട്രാൻസ്ലേഷനിൽ ഈസി ടു റീഡ് ട്രാൻസ്ലേഷനാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എന്തായിരുന്നാലും നമ്മുടെ ഗ്രൂപ്പിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു
അപ്പോസ്തലന്മാരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. അപ്പോൾ അത് കാണാതെ തന്നെയാണ്, അത് മനസ്സിലാക്കാതെ തന്നെയാണ് ഞാൻ ഈ വചനത്തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമറ്റിക്കലായിട്ട് നോക്കുമ്പോൾ അത് അപ്പോസ്തലന്മാരാണ് കൂടിയിരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ റീസണാണ്, അപ്പോസ്തലന്മാരോട് മാത്രമാണ് ഇത് വാഗ്ദാനം ചെയ്തത്, അവരാണ് അവിടെ കൂടിയിരുന്നത് എന്ന് നമ്മൾ കാണുന്നത്. ഇനി മറ്റൊരു റീസൺ, ഇത് കേട്ടപ്പോൾ ഈ സംസാരിച്ചവരെല്ലാവരും ഗലീലക്കാരല്ലയോ എന്നൊരു പ്രസ്താവന കേൾവിക്കാരായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ 12 അപ്പോസ്തലന്മാരും ഗലീലക്കാരായിരുന്നു, 120 പേരെയും ഗലീലക്കാരായിരുന്നു എന്ന് സ്ഥാപിക്കാനായിട്ട് സാധ്യമേ അല്ല. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ ആരൊക്കെയാണ് ഈ 120 പേരുടെയും പേരോ അവരുടെ പശ്ചാത്തലങ്ങളോ ഒന്നും പറയുന്നില്ല. 120 പേര് ആദ്യത്തെ ഒരു ദിവസം അവിടെ കൂടി നിന്നും സ്വർഗാരോഹണം ചെയ്യുന്നതായ സമയത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ 120 പേരും ഗലീലക്കാരായിരുന്നു എന്ന് തെളിയിക്കുവാൻ അസാധ്യമായ കാര്യമാണ്. മറ്റൊരു കാരണം പറയുന്നത്, ഈ 12 അപ്പോസ്തലന്മാരാണ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ വചനം പറയുവാനായിട്ട് എഴുന്നേൽക്കുന്നത്. 12 പേര് എഴുന്നേറ്റെങ്കിലും ഒരാളെ വചനം പറയുന്നു. പറഞ്ഞത് പത്രോസാണ്. എന്തിനാണ് എഴുന്നേൽപ്പിച്ചത്? എഴുന്നേൽപ്പിക്കാനുള്ള കാരണം ആരോപണമുണ്ട്. ഇവർ മദ്യപിച്ചിരിക്കുകയാണ്, മദ്യപിച്ചവര് ചാഞ്ചാട്ടമുള്ളവരായിരുന്നു. ഇവർ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി പത്രോസ് ഈ 11 പേരോടും കൂടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. 120 പേരോടും കൂടെ എഴുന്നേറ്റ് നിന്നതായിട്ട് അവിടെ ഒരിടത്തും നമ്മൾ വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർക്കാണ് ഇത് ലഭിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി അതിനുശേഷം നമ്മൾ കണ്ടത്, ഈ സുവിശേഷം കേട്ടപ്പോൾ ഇവർ ക്രൂശിച്ച യേശുവിനെയാണ് ദൈവം കർത്താവ് ക്രിസ്തു മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പത്രോസിന്റെ ശക്തമായിട്ടുള്ള ആ പ്രസ്താവന കേട്ടപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട ആൾക്കാര് വന്ന് ഞങ്ങൾ എന്നാ ചെയ്യണമെന്ന് ചോദിക്കുന്നത് അപ്പോസ്തലന്മാരോട് മാത്രമാണ്. അത്രയും പേര് കൂടുന്നൊരു സ്ഥലം, 3000 പേരോളം സ്നാനം ഏറ്റുവെങ്കിൽ എത്ര ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നിരിക്കണം. അവർ വന്ന് ചോദിക്കുന്നത് ഒരാളെ പ്രസംഗിച്ചുകൊണ്ടെങ്കിലും അപ്പോസ്തലന്മാരോട് ചോദിക്കുകയാണ്. 12 പേരോടും വന്ന് അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താണ് സഹോദരന്മാരെ ചെയ്യേണ്ടത്? അപ്പോൾ അവിടെ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ 12 പേരിൽ മാത്രമേ ഈ അത്ഭുതകരമായിട്ടുള്ള ഈ പ്രതിഭാസം സംഭവിച്ചിട്ടുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി അത് കൂടാതെ ഈ അപ്പോസ്തലന്മാരുടെ കയ്യാൽ മാത്രമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോസ്തലന്മാരുടെ കയ്യാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അപ്പൊ 120 പേർക്കും ഈ അത്ഭുതകരമായ ഈ പ്രതിഭാസം നടന്നുവെങ്കിൽ അവരാരും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല എന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 12 അപ്പോസ്തലന്മാർക്ക് മാത്രമാണ് പെന്തക്കോസ്ത് നാളിൽ ആത്മസ്നാനം ലഭിച്ചത് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ആ സംശയങ്ങളെല്ലാം ദൂരീകരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഇൻസിഡന്റിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ സംഭവം നടന്നത് 10 വർഷങ്ങൾക്ക് ശേഷമാണ്. അത് ഒരു ജാതിയായ മനുഷ്യന്റെ ഭവനത്തിൽ വെച്ചാണ്. അദ്ദേഹത്തിന്റെ പേര് കൊർന്നല്യോസ് എന്നായിരുന്നു. അദ്ദേഹത്തെ നല്ല സാക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം യഹൂദന്മാരോട് വളരെ സ്നേഹവും കരുതലും ഒക്കെ ഉള്ള ആളായിരുന്നു. വലിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ അതുകൊണ്ട് പോരാ, ഒരാള് സുവിശേഷം കേട്ട് അനുസരിക്കണം. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഇയാൾ ജാതിയാണ്. ജാതിയായ ആളുകളെ അന്നുവരെ സഭയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. അപ്പൊ ജാതിയായ ഒരാളിനെ പ്രവേശിപ്പിക്കുമ്പോൾ അതിന് കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ജാതിയായ ആള് ഒരു യഹൂദൻ മതാനുസാരിയാണ്, പരിച്ഛേദനയാണ്. പരിച്ഛേദനയേറ്റ് യഹൂദ മതാനുസാരി ആയി കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് വേണമെങ്കിൽ സ്നാനമേറ്റ് ക്രിസ്ത്യാനിയായി തീരാൻ സാധിക്കത്തുള്ളൂ, അന്നത്തെ അവരുടെ രീതി അനുസരിച്ച്. പക്ഷേ ജാതികൾക്കും ഈ അവകാശമുണ്ട്. സഭയിൽ പരിച്ഛേദന ഏൽക്കാതെ തന്നെ ജാതികളെയും സ്നാനമേൽപ്പിച്ച് സഭയിലേക്ക് പ്രവേശിപ്പിക്കാം എന്നുള്ളൊരു വലിയ സത്യം യഹൂദന്റെ കണ്ണ് തുറക്കേണ്ടതായിരുന്നു. വളരെ അയിത്തമുണ്ടായിരുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തും അയിത്തമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. ഇന്നും ചിലയിടത്തൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അത് വലിയൊരു തടസ്സം തന്നെയാണ്. യഹൂദന് ജാതികളുടെ ഇടയിലേക്ക് പോയി ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇടകലർന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ശുദ്ധീകരണം കഴിഞ്ഞിട്ടേ വീട്ടിൽ കയറാൻ പറ്റുകയുള്ളൂ.
അത്രത്തോളം നിഷ്കർഷയോടുകൂടി വിശുദ്ധിയെ, പുറമേയുള്ള വിശുദ്ധിയെ കണ്ടിരുന്ന പരീക്ഷത്വമുള്ള ഒരു കാലമായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ ഈ കൂടെ ഉണ്ട് അന്നത്തെ സഭയിൽ. അവരുടെ മനസ്സിലൊന്നും ആ രംഗത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. അവരെ പറയുന്നത് പരിച്ഛേദനക്കാരായിട്ടുള്ള യഹൂദന്മാരെന്നാണ് പറയുന്നത്. പരിച്ഛേദനാവാദികളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു സമൂഹമാണ് അന്നത്തെ സഭ. അവർ സ്നാനപ്പെട്ടുവെങ്കിൽ തന്നെയും അവർക്ക് ചില രംഗങ്ങളിൽ അവർക്ക് മാറ്റം വന്നിട്ടില്ല. ഈവൻ പത്രോസിന് പോലും ഈ യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലാത്തവരെ ഇതിനകത്ത് കയറ്റാൻ പറ്റുമോ എന്നുള്ളൊരു തേങ്ങലായി. അത് നമുക്ക് ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പൊ അവിടെ ഈ നിവൃത്തി വരുക എന്ന് പറയുമ്പോൾ അത് യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിന്റെ നിവൃത്തിയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അവിടെ എന്താണ് നമ്മൾ കാണുന്നത്? സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇവിടെ ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഒന്നാണ്. സകല ജഡത്തിന്മേൽ. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ അല്ലെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാ മനുഷ്യരുടെ മേലും അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എല്ലാ മനുഷ്യരുടെ മേലും ഒരു കാലത്തും ദൈവാത്മാവിനെ പകരാൻ സാധ്യമല്ല. അതിൻ്റെ കാരണം ദുഷ്ടന്മാരുടെ മേൽ ഒരിക്കലും ദൈവാത്മാവിനെ പകരുകയില്ല. അത് ഒരു ഉറപ്പായ കാര്യമാണ്. പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഒരിക്കലും ദുഷ്ടന്റെ മേൽ വരികയില്ല. അപ്പൊ എല്ലാ കാലത്തും ലോകത്ത് കുറെ ദുഷ്ടന്മാരെങ്കിലും കാണും. അതുകൊണ്ട് തന്നെ സകല ജഡവും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആ സമയത്ത് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരും എന്നൊരിക്കലും അർത്ഥം വരില്ല എന്ന് നമ്മൾ അങ്ങ് ഉറപ്പിക്കണം. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം സകല ജഡത്തിന്മേലും നൽകുക എന്ന് പറയുമ്പോൾ 2 കൂട്ടം ആൾക്കാർ ചേർന്നാൽ സകല ജഡവുമാകുന്ന ഒരു കാഴ്ചപ്പാട് ആ കാലത്തുണ്ടായിരുന്നു. ഞാൻ വിശദീകരിക്കാം. ഒന്ന്, യഹൂദന്മാര് ദൈവത്തിന്റെ ആളുകളാണ്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്, ന്യായപ്രമാണം ലഭിച്ചവരാണ്. അതാണ് അവരുടെ പ്രത്യേകത. അവർ പരിച്ഛേദനയേറ്റവരാണ്. അതാണ് ഒരുത്തനെ യഹൂദനാക്കുന്നത്. ന്യായപ്രമാണ പ്രകാരം ജീവിക്കുന്നവൻ. അതിന്റെ പ്രത്യക്ഷമായ ഒരു അടയാളമാണ് പരിച്ഛേദനയേറ്റവൻ. അല്ലാത്തവനൊക്കെ ഒരൊറ്റ പേരേ ഉള്ളൂ, ജാതികൾ. പലതരത്തിലുള്ള ജാതികൾ കണ്ടേക്കാം. പക്ഷെ ഒരു യഹൂദനെ സംബന്ധിച്ച് ന്യായപ്രമാണം അനുസരിക്കുന്നവനും ന്യായപ്രമാണം അനുസരിക്കാത്തവരും, മറ്റേതിൽ പറഞ്ഞാൽ പരിച്ഛേദന ഏറ്റവരും പരിച്ഛേദന ഏൽക്കാത്തവരും, ഇങ്ങനെ 2 കൂട്ടം ആൾക്കാരെ ലോകത്തിലുള്ളൂ. ഇവർ 2 പേരും കൂടെ ചേർത്താൽ സകല ജഡവും ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള വചനത്തിന്റെ നിവൃത്തി വരുവാൻ യഹൂദന്റെ പ്രതിനിധികളായി കുറെ പേർക്കും ജാതികളുടെ പ്രതിനിധികളായി കുറെ പേർക്കും അന്ത്യകാലത്ത് ആത്മാവിനെ പകർന്നാൽ ആ പ്രവചനം തീർച്ചയായിട്ടും നിവൃത്തിയായി. ആ രീതിയിൽ വേണം നമ്മൾ ഇതിന്റെ നിവൃത്തിയെ കാണുവാൻ. അതല്ലാതെ അതിന് നിവൃത്തി വരുവാൻ ഒരു കാലത്തും ഈ ഭൂമിയിൽ സാധ്യമല്ല. കാരണം ദുഷ്ടന്മാരുടെ മേൽ ആത്മാവിനെ ദൈവം പകരുകയില്ല എന്നുള്ളത് നമുക്ക് നല്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിന് ഒരു ഭാഗം, ഈ പ്രവചനത്തിന്റെ ഒരു ഭാഗം നിവൃത്തിയായി. കാരണം 12 അപ്പോസ്തലന്മാരും യഹൂദന്മാരായിരുന്നു. അവരുടെ മേല് ആത്മാവിനെ പകർന്നുകൊണ്ട് അന്ത്യകാലത്തിന്റെ ആരംഭത്തിൽ ഈ കാര്യത്തിന് നിവൃത്തി വന്നു. ഇനി രണ്ടാമതായിട്ട് ഈ കാര്യത്തിന് നിവൃത്തി വരേണ്ടിയിരിക്കുന്നു. അതാണ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. ചില വാക്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ക്ഷമയോടെ നിങ്ങളൊന്ന് സഹകരിക്കുക. അപ്പോ കൊർന്നല്യോസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ വീട്ടിൽ കൂടിയിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് 10 വർഷത്തിന് ശേഷം, ആദിയിൽ സംഭവിച്ചതിന് 10 വർഷത്തിന് ശേഷം ഈ അത്ഭുതകരമായ ആത്മസ്നാനം പ്രവചന നിവൃത്തിയായിട്ട് സംഭവിക്കുകയുണ്ടായി. ഇതിനെ എങ്ങനെയാണ്, ഇതിന്റെ രീതി എന്തായിരുന്നു നമുക്ക് നോക്കാം. പെന്തക്കോസ്ത് നാളിന്റെ രീതി നമ്മൾ കണ്ടു.
അതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ രീതി കാണുന്നത്. ഇവിടുത്തെ രീതി നമ്മൾ കാണുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഒരു പ്രത്യേക ഒരു ദൗത്യം, ഒരു ദൂതനെ അയച്ച് ദൈവം ഒരു ദൗത്യം പത്രോസിന് വെളിപ്പെടുത്തുകയാണ്. ക്ഷമിക്കണം, കൊർന്നല്യോസിന് വെളിപ്പെടുത്തുകയാണ്. അവിടെ കൊർന്നല്യോസിന് പറയുകയാണ്, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നും അറിവേരുള്ള ശിമോനെ വരുത്തുക. നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കൊർന്നല്യോസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു. അയാൾ വളരെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്തതായിട്ട് നമ്മൾ 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഇവിടെ പത്രോസിനോട് ദൈവം പറയുകയാണ്, കൊർന്നല്യോസിനോട് ദൈവം പറയുകയാണ്, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസിനെ വിളിപ്പിക്കണം. ആ സമയത്ത് തന്നെ ദൈവം പത്രോസുമായിട്ടും ഇടപെട്ടിട്ടുണ്ട്. അത് 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദൈവം ശുദ്ധിയില്ലാത്ത മൃഗങ്ങളുടെ ഒരു ദർശനം പത്രോസിനെ കാണിച്ചു. എന്നിട്ട് പറയുന്നു, പ്രവൃത്തികൾ 10:20, ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകുവാൻ ആത്മാവ് പത്രോസിനോട് കൽപ്പിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട്. പത്രോസ് വളരെ വിശന്നിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അദ്ദേഹം ഒരു ദർശനം കാണുന്നു. ഒരു തുപ്പട്ടിയിൽ ശുദ്ധിയില്ലാത്ത മൃഗങ്ങളെ എല്ലാം അദ്ദേഹം കാണുന്നു. എന്നിട്ട് അറുത്ത് ഭക്ഷിക്കുക എന്നുള്ള ഒരു കൽപ്പന അദ്ദേഹം കേൾക്കുക. ഇത് പത്രോസിനെ സംബന്ധിച്ച് വലിയ ഷോക്കാണ്. കാരണം ഒരു യഹൂദനാണ്. യഹൂദൻ ശുദ്ധിയില്ലാത്ത ഒന്നും ഭക്ഷിക്കത്തില്ല. അത് അദ്ദേഹം പറയുന്നുമുണ്ട്. പക്ഷെ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് ആവർത്തിക്കുകയാണ്. ഇങ്ങനെ 3 പ്രാവശ്യം ഒരു കാര്യം ആവർത്തിക്കപ്പെടുമ്പോൾ അത് ഉറപ്പാണെന്നുള്ളതാണ് ആ പഴയ നിയമകാലത്തെ ഒരു രീതി. ഇവിടെ പത്രോസ് അത് ഉറപ്പാക്കി കൊടുക്കുകയാണ്. നീ ഒന്നും സംശയിക്കണ്ട, അവരോടുകൂടെ പോകുവീൻ എന്ന് കൽപ്പിക്കുകയാണ്. അങ്ങനെ പത്രോസ് പോകുന്നു. പത്രോസ് അവിടെ ചെന്നിട്ട് അവരോട് സുവിശേഷം പറയുകയാണ്. സുവിശേഷം പറഞ്ഞിട്ട് അദ്ദേഹം വാസ്തവത്തിൽ ഇത് പൂർത്തീകരിക്കുന്നില്ല. അത് നമ്മൾ ഇതിൻ്റെ ഉദ്ദേശ്യം എന്നുള്ള കാര്യം പറയുമ്പോൾ അടുത്ത ഘട്ടത്തിൽ അതിനെ വിശദമായിട്ട് നമ്മൾ സംസാരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുക, പത്രോസ് പെന്തക്കോസ് നാളിൽ സുവിശേഷം പൂർണ്ണമായിട്ടും പറഞ്ഞതുപോലെ ഇവിടെ അദ്ദേഹം പൂർത്തീകരിച്ചില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത്, കർത്താവായ യേശു നീ വിശ്വസിക്കുക എന്ന് മാത്രമേ പത്രോസ് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് പാപങ്ങൾക്ക് മോചനം കിട്ടാൻ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കണം എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം വളരെ കൃത്യമായിട്ടും സ്നാനത്തെ അവിടെ ഒഴിവാക്കിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവ് കൃത്യം ആ സമയത്ത് തന്നെ ഇടപെടുകയാണ്. എന്നിട്ട് പത്രോസിനോട് പ്രസ്താവിക്കുമ്പോൾ തന്നെ, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ, അതായത് പ്രവൃത്തികൾ 10:44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. കൊർന്നല്യോസിന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് അവിടെ ഉള്ളത്. അവിടെ എല്ലാവരുടെ മേലും ആത്മാവ് വന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ, അവിടെ ആ വാക്ക് നോക്കുക, ഇവര് പരിച്ഛേദനവാദികളാണ്. അതായത് പരിച്ഛേദന ഏൽപ്പിച്ചവരെ മാത്രമേ സ്നാനം കഴിപ്പിക്കാവൂ എന്ന് ശഠിച്ചിരുന്ന ആൾക്കാരാണ്. അവര് യഹൂദന്മാരാണ്. അവര് പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പെന്തക്കോസ് നാളിലും അപ്പോസ്തലന്മാരുടെ മേലാണ് ഇത് വരുന്നത്, അവരുടെ ഉള്ളിലല്ല. ഇവിടെയും കൊർന്നല്യോസിന്റെ ഭവനത്തിലുണ്ടായിരുന്ന കുടുംബക്കാരുടെ മേൽ ആണ് ഈ ആത്മപകർച്ച
നടക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഈ വെളിച്ചത്തിന്റെ കാര്യമോ ഇവിടെ ഈ ശബ്ദത്തിന്റെ കാര്യമോ ഒന്നും നമ്മൾ കാണുന്നില്ല. പെന്തക്കോസ്ത് നാളില് വെളിച്ചം ഉണ്ടായി, ശബ്ദവും ഉണ്ടായി. അതുകൂടാതെ പഠിച്ചിട്ടില്ലാത്ത ഭാഷ സംസാരിക്കുക. ഇവിടെ ഒരെണ്ണം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതെന്തുകൊണ്ടായി? ഇതിന്റെ പ്രധാന കാരണം ഈ ശബ്ദമുണ്ടായത് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു. വെളിച്ചമുണ്ടായത് ഈ അപ്പോസ്തലന്മാരെ സ്പോട്ട്ലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയായിരുന്നു. മൂന്നാമത്തത് മാത്രമാണ് പഠിച്ചിട്ടില്ലാത്ത ഭാഷ അത്ഭുതകരമായിട്ട് വചനം അവർ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നൽകുന്നത്, അന്യഭാഷയുടെ ഒരു പ്രത്യേക വരം അവർക്ക് കൊടുക്കുന്നത്. ആളുകൾ ഓൾറെഡി അവിടെ കൂടി ഇരുന്നവരാണ്. കൊർന്നല്യോസും കൂട്ടരും പത്രോസിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവിടെ അവരാളയച്ചിരിക്കുകയാണ് യോപ്പയിലേക്ക്. ആളുകൾ അവരുടെ കൂടെ പത്രോസ് വന്നു. അപ്പോൾ ഓഡിയൻസ് ഓൾറെഡി അവിടെ ഉണ്ട്. വീണ്ടും ഓഡിയൻസിനെ കൂട്ടി വരുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല. മാത്രമല്ല, ആരാണ് ഈ വരുന്നതെന്നുള്ളതും കൊർന്നല്യോസിനോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പത്രോസ് എന്ന പേരുള്ള ഒരാളുണ്ട്, അദ്ദേഹത്തെയാണ് വിളിക്കേണ്ടത്. അവൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവാണ്. അപ്പൊ വേറെ ഒരു പ്രത്യേകിച്ച് അവർ ഇന്ന ആളുകളാണെന്ന് എടുത്തു കാണിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പെന്തക്കോസ്ത് നാൾ നടന്നതുപോലെ ശബ്ദവും ഉണ്ടാകേണ്ട കാര്യമില്ല, പ്രകാശത്തിന്റെ ഉപയോഗവും അവിടെ ഇല്ല. അതെല്ലാം ക്രമീകരിക്കപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവുള്ള സ്നാനമാണ് ഇവിടെ നടന്നത് എന്നെങ്ങനെ അറിയാം? പരിശുദ്ധാത്മാവുള്ള സ്നാനമാണ് ഇവിടെ നടന്നതെന്ന് ഇവിടെ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് അറിയാവുന്നത് ഇത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം ആണ് എന്ന്? നമ്മൾ നേരത്തെ തന്നെ കണ്ടല്ലോ, സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ പ്രവചനം യോവേൽ പറഞ്ഞത് നിവൃത്തിയാകണമെങ്കിൽ യഹൂദന്മാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും അതിന് ഭാഗവാക്കാകണം. ജാതികളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും ഇത് ലഭിക്കണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് നടന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യം നോക്കുന്നത്. പ്രവൃത്തികൾ 1:5 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യേശു അപ്പോസ്തലന്മാരോട് പറഞ്ഞ വാക്കാണിത്: നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ നടന്നത് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമാണെന്നുള്ളതിന് ഒരു തർക്കവും നമുക്കില്ല. എന്നാൽ ഇവിടെ നടന്നത് പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനമാണ് എന്ന് എങ്ങനെ നമുക്ക് അറിയാം? അതില് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യമാണ്. ആത്മാവ് അവരുടെ മേൽ വന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണെങ്കിലും ആവർത്തിക്കട്ടെ. ആത്മാവ് അവരുടെ മേൽ വന്നു. ഇനി ഇവിടെ 10:44 ആത്മാവ് അവിടെ മേൽ വന്നു എന്ന് പറയുമ്പോൾ പെന്തക്കോസ്ത് നാൾ എന്താ സംഭവിച്ചത്? പ്രവൃത്തികൾ 2:3 ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് ഭാഗത്തും ഇവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുന്ന കാര്യമേ അല്ല പറയുന്നത്. അത് നമ്മൾ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നൊരു വിഷയം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ നമ്മൾ വചനത്തിൽ സ്നാനമെന്ന് പറയുന്നതൊന്ന് വേറെ, ആത്മവരങ്ങൾ എന്ന് പറഞ്ഞതൊന്ന് വേറെ, നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന ആത്മാവെന്ന് പറഞ്ഞൊന്ന് വേറെ. ഇതെല്ലാം ഒരേ ആത്മാവിന്റെ വിവിധ പ്രവൃത്തികളാണ്. ഇതെല്ലാം ഒരേ സംഭവങ്ങളായിട്ട് നമ്മൾ കാണരുത്. ഒരുവൻ അന്യഭാഷയിൽ 1-ാം നൂറ്റാണ്ടിൽ സംസാരിച്ചാൽ അവൻ ആത്മസ്നാനം കിട്ടിയവനാണേ എന്ന് നമ്മൾ പറയാൻ പാടില്ല. അപ്പോസ്തലന്മാരുടെ കൈവെപ്പിനാൽ വരം ലഭിച്ചവരും അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോസ്തലന്മാർക്ക് മാത്രമേ ഈ വരങ്ങൾ നൽകാനായിട്ടുള്ള അധികാരം ദൈവത്തിന്റെ വചനത്തോട് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഇനി തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ ഇത് കണ്ട ആളുകൾക്ക് ഈ സംഭവം പരിശുദ്ധാത്മസ്നാനമാണ് എന്ന് പെട്ടെന്ന് മനസ്സിലായി. അതെങ്ങനെ അവർക്ക് മനസ്സിലായി? കാരണം അവർ പെന്തക്കോസ്ത് നാളിൽ ഈ സംഭവം കണ്ടവരാണ്. ആ പെന്തക്കോസ്ത് നാളിൽ നടന്നപ്പോൾ തന്നെയാണ് ഈ അനുഭവം ഇവിടെയും കൊടുക്കുന്നതെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയാണ്. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ നടന്ന ആത്മസ്നാനം തന്നെയാണ് ഇവിടെയും നടന്നതെന്ന് കണ്ടോണ്ടെന്നേ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു.
കാരണം ഇവിടെ നമ്മൾ പ്രവൃത്തികൾ 10:45 നമ്മൾ നോക്കുമ്പോൾ പത്രോസിനോട് കൂടെ ഉണ്ടായിരുന്ന യഹൂദന്മാര് അവർക്ക് ഇത് തങ്ങൾക്ക് ലഭിച്ചതുപോലെ തന്നെയുള്ള, അതായത് യഹൂദന്മാർക്ക് ലഭിച്ചതുപോലെ തന്നെയുള്ള അനുഭവമാണ് എന്ന് അവർക്കിത് കണ്ടപ്പോൾ മനസ്സിലാവുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 10:45 ഒന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാണ്. ഇവിടെയും ജാതികളുടെ മേൽ പകരുകയാണ്. ജാതികളുടെ മേൽ പകർന്നത് കണ്ടവർ വിസ്മയിക്കുകയാണ്. അപ്പോൾ ഇത് പെന്തക്കോസ്ത് നാളിൽ നടന്നതുപോലെ തന്നെ അതേ അനുഭവം ഇവിടെ ജാതികൾക്കും കിട്ടിയെന്ന് ആരാണ് സാക്ഷ്യം പറയുന്നത്? പരിച്ഛേദനാവാദികളായിട്ടുള്ള അല്ലെ പരിച്ഛേദനക്കാരായിട്ടുള്ള യഹൂദന്മാര്, പത്രോസിന്റെ കൂടെ വന്നവരെ അതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ നടന്നതും പെന്തക്കോസ്ത് നാളിൽ നടന്നതും ഒരേ സംഗതി തന്നെയാണ്. അതിന്റെ രണ്ടിന്റെയും പേര് ആത്മസ്നാനം എന്നാണ്. ഇനി മൂന്നാമത്തെ ഒരു കാരണം കൂടെ ഉണ്ട് ഇത് ആത്മസ്നാനമാണെന്ന് പറയാനായിട്ട്. ഈ സംഭവം കണ്ടപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ സ്നാനത്തിന്റെ ആ ഒരു വാഗ്ദത്തം ദൈവം നൽകിയതിനെ അദ്ദേഹം ഓർക്കുകയാണ്. അതെങ്ങനെയാണ് അദ്ദേഹം അത് ഓർക്കാൻ സാധിച്ചത്? ഇത് കണ്ടപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഓർക്കാൻ സാധിച്ചത്. നമുക്ക് വേദഭാഗം ഒന്ന് എടുക്കാം. പ്രവൃത്തികൾ 11:16 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അപ്പോൾ ഞാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. ഇവിടെ ഓർക്കുന്നത് പത്രോസാണ്. കർത്താവ് പറഞ്ഞ വാക്ക് പത്രോസ് ഇത് കണ്ടപ്പോഴാണ് ഓർക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ നടന്നത് ആത്മസ്നാനമാണെന്ന് പത്രോസിന് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ ആ വാഗ്ദത്തം ഓർത്തത്. അപ്പൊ ഇതൊരു സ്നാനമല്ലായിരുന്നുവെങ്കിൽ പത്രോസ് ഒരിക്കലും അങ്ങനെ ഒരു ഓർമ്മ, പരിശുദ്ധാത്മ സ്നാനത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ ഓർമ്മ പത്രോസിന് വരില്ലായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാനായിട്ട്. ഇനി ഇത് പെന്തക്കോസ്ത് നാളിലേതുപോലെ തന്നെയാണ് സംഭവിച്ചതെന്ന് പത്രോസ് വീണ്ടും പറയുകയാണ്. അതാണ് അടുത്ത കാരണം. പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 15 വാക്യം, 11:15 പ്രവൃത്തികൾ. ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ്, അപ്പൊ ഇദ്ദേഹം സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ, അതായത് പൂർത്തീകരിച്ചില്ല അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം മുഴുവനും. കാരണം എന്ത് ചെയ്യണമെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവൊന്നും അവിടെ പുള്ളി ക്ലിയർ ആയിട്ട് പറയുന്നില്ല. അത് നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാലും മതി. ആ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പത്രോസ് ഏതായാലും ഇവിടെ സ്നാനം പറയത്തില്ല. കാരണം ജാതികളെ ജലത്തിൽ സ്നാനപ്പെടുത്താൻ പാടില്ല. അങ്ങനെ സ്നാനപ്പെടുത്തുവാണെങ്കിൽ പത്രോസ് ഒത്തിരി പേർ ഉത്തരം പറയേണ്ടി വരും. ആ ഒരു ഗൗരവമായ വിഷയം പത്രോസിനെ അലട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പുള്ളി അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം കിട്ടും, സ്നാനം കൊണ്ട് പാപമോചനം കിട്ടുമെന്ന് പുള്ളി പറയുന്നില്ല. അത് മനഃപൂർവ്വമായിട്ട് അദ്ദേഹം പറയാതിരിക്കുന്നതാണ്. അത് പിന്നീട് തെളിയുന്നുണ്ട് താൻ അത് മനഃപൂർവ്വമാണ് പറയാതിരുന്നത് എന്ന്. കാരണം ഈ യഹൂദന്മാരെ ഭയപ്പെട്ടിട്ടാണ്. പരിശീലനവാദികൾ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയത് തന്നെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ സ്നാനം കൂടി പെടുത്തുക എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമായി തീരും. അതുകൊണ്ട് പത്രോസ് സ്നാനം അവിടെ പറഞ്ഞില്ല. താൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേൽ വന്നു. അപ്പോൾ ആദിയാണ് ഇവിടുത്തെ വിഷയം. എന്തിന്റെ ആദിയാണ്? സഭയുടെ ആദിയാണ്. സഭ ആരംഭിച്ചപ്പോൾ അത് പെന്തക്കോസ്ത് നാളിലാണ്. അന്ന് നമ്മുടെ മേൽ ആരുടെ മേല്? അപ്പോസ്തലന്മാരുടെ മേൽ സംസാരിക്കുന്നത് പത്രോസാണ്. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ. അവിടെ നമ്മുടെ മേൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം അപ്പോസ്തലന്മാരെന്നുള്ള യഹൂദന്മാരുടെ മേൽ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. വാസ്തവത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ തന്നെയാണ് അന്ന് വന്നത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അവരെ മൊത്തത്തിൽ കൂട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് നമ്മുടെ മേൽ. അപ്പം യഹൂദന്മാരെ നമുക്ക് കിട്ടിയത് തന്നെ ദൈവം അവർക്കും കൊടുത്തു. അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ അവരെ വ്യത്യാസപ്പെട്ട് കാണാൻ പറ്റുന്നത്? അത് തന്നെയായിരുന്നു ഈ ആത്മസ്നാനത്തിന്റെ
കൊർന്നല്യോസിന്റെ ഭവനത്തിലെ ആത്മസ്നാനത്തിന്റെ ഉദ്ദേശവും അത് തന്നെ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമേ വചനപ്രകാരം ആത്മസ്നാനം എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ധാരാളം ആളുകൾ ആത്മനിറവുള്ളവരായിരുന്നു, ധാരാളം ആളുകൾ വിവിധ വരങ്ങൾ ലഭിച്ചവരായിരുന്നു. അത് കൃപാവരങ്ങളാണ്. കൃപാവരങ്ങൾ അപ്പോസ്തലന്മാരുടെ കൈവപ്പിനാൽ ലഭിക്കുന്നതാണ്. അത് നമ്മൾ അടുത്തു വരുന്നതായ ഒരു പാഠത്തിൽ അത് ചിന്തിക്കുന്നതാണ്. അപ്പോൾ ആത്മസ്നാനത്തെ നമ്മൾ കൃപാവരങ്ങളായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ആത്മസ്നാനത്തെ നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വാസമായിട്ടും കൺഫ്യൂസ് ചെയ്യരുത്. രക്ഷിക്കപ്പെടുന്ന എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം. അത് രക്ഷിക്കപ്പെടുമ്പോൾ പാപമോചനം കിട്ടുന്നതിനോടൊപ്പം തന്നെ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് കാത്തിരിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ ആത്മസ്നാനം അങ്ങനെയല്ല. ആത്മസ്നാനം നൽകിയൊരു വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി പ്രവചന നിവൃത്തിയായിട്ട്, വാഗ്ദത്ത നിവൃത്തിയായിട്ട് തന്നെയാണ് ആത്മസ്നാനം നൽകിയിട്ടുള്ളതെന്നുള്ളത് നാം വളരെ ക്ലിയർ ആയിട്ട് ബോധ്യപ്പെടണം. അത് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാര് യഹൂദന്മാരെ എല്ലാവരെയും പ്രതികരിച്ചുകൊണ്ട് അവർക്കത് ലഭിച്ചു. 10 വർഷത്തിന് ശേഷം കൊർന്നല്യോസ് ജാതികളെ മുഴുവനും പ്രതികരിച്ചുകൊണ്ട് കൊർന്നല്യോസിനും ഭവനത്തിലുള്ളവർക്കും ഇതേ ആത്മസ്നാനം തന്നെ നൽകുന്നതായിട്ട് വേണം നമ്മളിവിടെ കാണുവാനായിട്ട്. അത് രണ്ടും ആത്മസ്നാനമാണ്. ആത്മസ്നാനം 2 പ്രാവശ്യമേ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രവചനം നിവൃത്തിയായി, യോവേൽ പ്രവചനം മുഴുവൻ നിവൃത്തിയായി എന്നല്ല പറയുന്നു. അന്ത്യകാലത്ത് ഞാൻ സകലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള ആ പ്രവചനത്തിന്റെ ആ ഭാഗം അന്ത്യകാലത്തിന്റെ ആരംഭത്തിൽ തന്നെ നിവൃത്തിയായി കഴിഞ്ഞു. ഇനി ആത്മസ്നാനത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാത്തിരിക്കുകയാണെങ്കിൽ പോകേണ്ടത് ഇവിടെ യെരൂശലേമിലാണ്. അതിനൊരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടി അവിടെ തന്നെ കാത്തിരിക്കണം. അവിടുന്ന് വേണം വചനം പുറപ്പെടാൻ. ഇതൊക്കെ ദൈവം തന്റെ വചനത്തിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് ആത്മസ്നാനം എന്ന് പറയുന്ന ഒരു സംഭവം ദൈവമക്കൾ പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ ജലസ്നാനം ഏറ്റവരാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ കഴിയും. ആത്മസ്നാനവും ആത്മവരങ്ങളും ഒരാളുടെ മേൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ വ്യത്യാസങ്ങൾ ഒന്ന് നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു രംഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ഈ ആത്മസ്നാനത്തിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നുള്ളത്. ഒരു കാര്യത്തിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയാലേ ഇന്നത് വേണോ വേണ്ടയോ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഉദ്ദേശം നിവൃത്തിയായെങ്കിൽ ഇന്ന് നമ്മളത് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. ഇക്കാര്യത്തിന്റെ ഉദ്ദേശം നിവൃത്തിയായി. അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ ഉദ്ദേശം എന്തായിരുന്നു. വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഇതിനെ കാണണം. ഒന്ന്, പെന്തക്കോസ്ത് നാളിൽ നടന്ന പരിശുദ്ധാത്മ സ്നാനം അപ്പോസ്തലന്മാർക്ക് അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ഉദ്ദേശമായിരുന്നു 10 വർഷത്തിന് ശേഷം കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച് ആത്മസ്നാനം നടന്നപ്പോൾ ഉണ്ടായത്. നമുക്ക് ഇന്നത്തെ പരിമിതമായ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് ഈ ആദ്യത്തേതൊന്ന് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യത്തെ സംഭവത്തിന്റെ ഉദ്ദേശം അത് പെന്തക്കോസ്ത് നാളിൽ നടന്ന ആത്മസ്നാനത്തിന്റെ ഉദ്ദേശം. പ്രവൃത്തികളുടെ പുസ്തകം 1:8 നമുക്ക് അറിയാം. അവിടെ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവുള്ള സ്നാനം നൽകിയത് എന്തിനാണെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കത് നോക്കാവുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. ഇവിടെ അണ്ടർലൈൻ ഇട്ട് നമ്മൾ മനസ്സിലാക്കുന്ന വാക്ക് ശക്തി ലഭിക്കുക എന്നുള്ളതാണ്. യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ അപ്പോസ്തലന്മാര് ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ സാക്ഷികളാവുക എന്നുള്ളതാണ്. അവർ ദൃക്സാക്ഷികളാണ്. ആ ദൃക്സാക്ഷികൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി അതിനൊരു ചിട്ടയൊക്കെ അവിടെ പറയുന്നുണ്ട്. എവിടെ ആരംഭിക്കണം? യെരൂശലേമിൽ വേണം, യഹൂദ്യയിലോട്ട് പോകണം, അതിന് ചുറ്റുപാടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ശമര്യയിലോട്ട് പോകണം. പിന്നെ അവിടെ നിന്ന് ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികൾ ആകണം. അപ്പൊ ഇതിന് ശക്തി വേണം. ഇവരെ അറിയാമല്ലോ, ഇവർക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഉള്ളവരായിരുന്നില്ല. ഇവര് കൂടുതൽ ആൾക്കാരും മത്സ്യബന്ധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. കുറച്ച് പേർക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്. എന്നാലും ഒരു ഇങ്ങനെ ഒരു വലിയ ദൗത്യം
നിറവേറ്റുന്നതിനാവശ്യമായിട്ടുള്ള അറിവോ ധൈര്യമോ ജ്ഞാനമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അതവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്ന് ഇത് പ്രാപിച്ചിട്ടേ ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങാവൂ എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി കർത്താവ് അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്തത്. അപ്പൊ ഇവിടെ പൊതുവെ 2 കാര്യങ്ങളാണ് ഇവർക്ക് ഈ ശക്തി വേണം എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 പ്രധാനപ്പെട്ട കഴിവുകൾ അവർക്ക് ഉണ്ടാകേണ്ടിയിരുന്നു. ഒന്നാമത്തേത് യേശുവിൻ്റെ പുനരുദ്ധാനം. അതിനെക്കുറിച്ചും യേശു കർത്താവിൽ കൂടിയുള്ള രക്ഷ ലഭിക്കുന്നതിനെക്കുറിച്ചും ഇവർ സാക്ഷികളാണ്. അത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ആയിരുന്നു. രണ്ടാമത്തേത് ഈ പെന്തക്കോസ്ത് നാളിലെ കർത്താവിൻ്റെ രാജ്യം അല്ലെ ദൈവരാജ്യം അല്ലെങ്കിൽ സഭ ഇത് ആരംഭിച്ചു. ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നവരുണ്ട് എന്നൊക്കെ കർത്താവ് പറഞ്ഞ ഭാഗങ്ങളുണ്ട്. അപ്പം നമ്മുടെ വിഷയം അതല്ല. എങ്കിലും ദൈവരാജ്യം എന്ന സഭ ആരംഭിച്ചത് പെന്തക്കോസ്ത് നാളിലാണ്. ആ പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച ദൈവരാജ്യത്തെ അതിനെ നയിക്കുന്നതിനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ വേണം. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുവാണെങ്കിൽ അതിനുള്ള കഴിവ് അവർക്കില്ലെന്ന് നമുക്കറിയാം, ദൈവത്തിനും അറിയാം. അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, നിയമങ്ങൾ, ചില ചട്ടക്കൂട്ടുകൾ, എങ്ങനെയാണ് ഒരു സഭയെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനെ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളതിൻ്റെ ഒരു നല്ല ഒരു പാഠം അവർക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അത് പരിശുദ്ധാത്മ സ്നാനത്തിലൂടെയാണ് അവർക്ക് അതിനുള്ള കഴിവുകൾ ലഭിച്ചിട്ടുള്ളത്. അത് പല രീതിയിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് കിട്ടാനായിട്ട്, കിട്ടിയ വെളിപ്പാട് സ്ഥാപിക്കാനായിട്ട് ഒക്കെയുള്ള കഴിവുകൾ ഈ ആത്മസ്നാനത്തിൽ ഉണ്ട്. ഇനി മറ്റൊരു ഉദ്ദേശം അവരുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ളത്, അവർക്ക് ഉപദേശിക്കുന്നതിന് അവർക്ക് ശക്തി വേണം. കാരണം ഇവർ സംസാരിക്കുന്ന ഈ കാലഘട്ടം യേശുവിനെ ക്രൂശിച്ചിട്ട് അധികം നാളായിട്ടില്ല. അതേ സ്ഥലത്ത് നിന്നാണ് ഇവർ ആരംഭിക്കുന്നത്. ആ യെരുശലേമിൽ തന്നെ ഇവർ ആരംഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് വലിയ ഭീഷണികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. തന്നെ ഇവർ പേടിച്ച് ഒരു മാളികമുറിയിരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് കർത്താവ് വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്നൊക്കെ പറയും. അപ്പം അവർക്ക് ധൈര്യത്തിൻ്റെ ആവശ്യമുണ്ട്, ശക്തിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ ഈ മാളിക മുറിയിൽ വെച്ച് യേശു കർത്താവ് പറയുന്നുണ്ട് ഇവരോട്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇത് 2 പ്രധാനപ്പെട്ട സംഗതികളാണ്. ഓർമ്മിപ്പിക്കുന്നുണ്ട് നേരത്തെ പഠിപ്പിച്ച കാര്യങ്ങൾ, ഇനി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഇനി പഠിപ്പിക്കാൻ പോകുന്നുമുണ്ട്. കാരണം ഒരു ചുരുങ്ങിയ കാലയളവായിരുന്നല്ലോ കർത്താവ് കൂടെ ഉണ്ടായിരുന്നത്. 3-3.5 വർഷം കൊണ്ടൊന്നും വലിയൊരു ദൗത്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മറ്റൊന്നും പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളത്തുമില്ല, പറയാൻ അത്രയും സമയം പോരാഴുകയുമുണ്ട്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഈ ഒരു പ്രത്യേക ശക്തിയോടുകൂടിയ ആത്മസ്നാനം അവർക്ക് ആവശ്യമായിരുന്നു. അത് കിട്ടുമെന്ന് യോഹന്നാൻ 14:26 പറയുകയാണ്. കാര്യസ്ഥനും വരുമ്പോൾ സകലതും ഉപദേശിച്ചു തരും. അപ്പം ഇത് അപ്പോസ്തലന്മാർക്ക് അതുവരെ കിട്ടിയ അറിവ് മാത്രം പോരാ, ഇനിയും അവർക്ക് പല കാര്യങ്ങളും അറിയാനായിട്ടുണ്ട്. ആ കാര്യങ്ങൾ അറിയിച്ചു തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൊണ്ട് ഇവർ കൂടി വരികയാണ്. കൂടി വന്നിരുന്നിടത്ത് അപ്പോസ്തലന്മാരുടെ ഉപദേശം അവർ കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപദേശം പറയുന്നതിന് എവിടുന്ന് അറിവ് കിട്ടുക? അത് ഈ ആത്മസ്നാനത്തിലൂടെയാണ് അവർക്ക് ആ അറിവ് കിട്ടിയത്. ഇനി ഇവിടെ യേശു അവർക്ക് കുറേ ഉപദേശങ്ങളൊക്കെ പഠിപ്പിച്ചായിരുന്നു 3-3.5 വർഷം കൊണ്ട്. പക്ഷെ അത് പോരാ, ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ട്, ഇനി അവരറിയാനായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് യേശു അവർക്ക് കാര്യസ്ഥനെ നൽകുന്നത്. ആ കാര്യസ്ഥൻ വന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിക്കുകയാണ്. സഭയെ എങ്ങനെ നയിക്കണം. യോഹന്നാൻ 16:12-13 വായിക്കുമ്പോൾ, ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ
അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. യോഹന്നാൻ 16:12-13 വാക്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഇവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കാനായിട്ട് കൂടി വന്നത്. സഭയ്ക്ക് ഒന്നും അറിയത്തില്ല. ഇതൊരു പുതിയ സംഭവമാണ്, ഒരു പുതിയ ആരംഭമാണ്. അവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ഉപദേശങ്ങൾ, തങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. ആ കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോസ്തലന്മാരാണ്. അപ്പോസ്തലന്മാർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ഈ വലിയ കാര്യസ്ഥനാണ്. ഇത് ആത്മസ്നാനത്തിലൂടെയാണ് അപ്പോസ്തലന്മാർക്ക് ഇത് ലഭിച്ചത്. അപ്പൊ അങ്ങനെ സഭ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടുകൂടി വന്നു. ഒന്നിന് പ്രവർത്തികൾ 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പൊ അവിടെ വ്യക്തിപരമായ ഉപദേശത്തിന് പുറമെ അവർക്ക് ആവശ്യമായ പല നിർദ്ദേശങ്ങളും ഈ പുതിയ നിയമം എഴുതി അവർക്ക് നൽകുന്നതിനുള്ള ഈ ലേഖനങ്ങളും സുവിശേഷങ്ങളും ഇതെല്ലാം എഴുതി അവർക്ക് നൽകുന്നതിനുള്ള എല്ലാ കഴിവുകളും കൊടുത്തത് ആത്മസ്നാനത്തിലൂടെയാണ് അപ്പോസ്തലന്മാർക്ക് അത് ലഭിച്ചത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം കൂടി നമുക്ക് നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് കേൾക്കുന്നവൻ എങ്ങനെ അറിയും? കാരണം ധാരാളം മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ, ഇവരെക്കാട്ടി പണ്ഡിതന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഇവർക്ക് അത്രയും അറിവൊന്നുമില്ല. പക്ഷെ ഇവരീ പറയുന്ന കാര്യങ്ങൾ ദൈവികമാണ് എന്ന് ജനങ്ങൾക്ക് എങ്ങനെയാണ് ബോധ്യപ്പെടുക? അതിനവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യും. ആ കാലത്ത് പ്രത്യേകിച്ച് യഹൂദന്മാരെ സംബന്ധിച്ച് അടയാളങ്ങൾ കണ്ടാലേ അവർ വിശ്വസിക്കുന്നു. അപ്പൊ ഏതൊരു കാര്യവും ആര് പറഞ്ഞാലും നിങ്ങൾക്ക് എന്ത് അടയാളം കൊണ്ട് കാണിക്കാന്ന് ചോദിക്കും. ഇവിടെ ദൈവം അവർക്ക് അറിഞ്ഞു നൽകിയ ചില അനുഗ്രഹങ്ങളാണിത്. ഇവർ പുതിയ ഒരു ദൂതാണ് ഈ പറയുന്നത്. അന്ന് വരെയുള്ള ആൾക്കാർക്ക് ഇത് അറിഞ്ഞുകൂടാ. അവർ യാഗങ്ങളിലും പഴയ നിയമത്തിന്റെ ആചാരങ്ങളിലും പരിച്ഛേദനയിലും ഒക്കെ വിശ്വസിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അവരുടെ അടുത്ത് വന്നിട്ട് കൃപയാലുള്ള രക്ഷയുടെ വഴി അവരെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് കാണണം. അങ്ങനെ കണ്ട കാര്യങ്ങളാണ് മർക്കോസ് 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. നമുക്ക് അവിടെ ഒന്ന് നോക്കാം എന്താണ്. വളരെ ശ്രദ്ധിച്ച് ഈ ഭാഗം വായിക്കണം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇത് കണ്ടിട്ട് പല ആളുകളും ധരിക്കാറുണ്ട്, ഇവിടെ വിശ്വസിക്കുന്നവരാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കാലത്തും വിശ്വസിക്കുന്ന ഏത് വ്യക്തിയാലും ഇതെല്ലാം നടക്കും എന്നുള്ള ഒരു ധാരണ പല ആളുകളിലും ഉണ്ട്. ഇവിടെയും ആരോടാണ് ഇത് പറഞ്ഞത്? അപ്പോസ്തലന്മാരാണ് പറഞ്ഞത്. അവരോടാണ് പറഞ്ഞത്, വിശ്വസിക്കുകയാണെങ്കിൽ ഈ വക കാര്യങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം നടക്കും. എന്നിട്ട് പറയുന്നു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അപ്പൊ പ്രാഥമികമായിട്ട് ഇത് പറയുന്നത് അപ്പോസ്തലന്മാരോട് സംസാരിക്കുന്ന കോണ്ടെക്സ്റ്റിലാണ്. അതുകൊണ്ട് പിന്നീട് ഇത് നടക്കത്തില്ല എന്നല്ല. പക്ഷേ ഒരു ആത്മവരം എന്ന നിലയിൽ എല്ലാ കാലത്തും ഇത് തുടരുകയില്ല എന്നുള്ളത് നമ്മുടെ തുടർന്നുള്ള പഠനത്തിൽ നമുക്ക് ബോധ്യപ്പെടും. വളരെ ക്ലിയർ ആയിട്ട് അത് ബോധ്യപ്പെടും. കാരണം ഇവിടെ നമ്മൾ പറയുന്നു 20-ാമത്തെ വാക്യത്തിൽ ഈ ഭാഗത്തിന്റെ തന്നെ മർക്കോസ് 16:20 ഇങ്ങനെ പറയുന്നു, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. ഇവിടെ അവിടെ വിശ്വസിച്ച എല്ലാവരുടെയും കാര്യങ്ങളല്ല പറയുന്നത്, ഇത് അപ്പോസ്തലന്മാരുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലും ഈ ആത്മവരങ്ങൾ, ആത്മസ്നാനത്താൽ ലഭിക്കുന്ന അപ്പോസ്തലന്മാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. മർക്കോസ് 16:20 നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തിനാണ് ഈ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ആദിമസഭയിലെ ആളുകൾക്ക്, പ്രത്യേകിച്ച് അപ്പോസ്തലന്മാർക്ക് നൽകിയത്? ഈ കോണ്ടക്ഷൻ നോക്കുമ്പോൾ അപ്പോസ്തലന്മാര് പല കാര്യങ്ങളും അത്ഭുതങ്ങളായിട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ച്
കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. കർത്താവ് അവരോട് പ്രവർത്തിച്ചത് ഈ ആത്മസ്നാനത്തിലൂടെയാണ്. അവർക്ക് ലഭിച്ച ആത്മസ്നാനത്താൽ അവർക്ക് പല വീര്യപ്രവർത്തികള്, പല പ്രവചനങ്ങള്, ഡയറക്റ്റായിട്ട് റെവലേഷൻ ദൈവത്തിൽ നിന്ന് കിട്ടാനായിട്ടുള്ള വഴികള്, അന്യഭാഷകള്, ഇങ്ങനെ പല പല കാര്യങ്ങൾ വചനം അറിയുന്നതിന് വേണ്ടി അവർക്ക് ലഭിച്ചിരുന്നു. അതെല്ലാം ദൈവത്തിങ്കിൽ നിന്നാണ് സ്ഥാപിക്കാനായിട്ടുള്ള വീര്യപ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള കഴിവും ഈ ആത്മസ്നാനത്തിലൂടെ അവർക്ക് ലഭിച്ചു. അതവർ പ്രവർത്തിച്ചു. അങ്ങനെ വചനത്തെ അവര് ഉറപ്പിച്ചു പോന്നു. എന്നാൽ എബ്രായ ലേഖനത്തിന്റെ കാലമായപ്പോഴേക്കും നമ്മുടെ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായി ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. അപ്പോൾ ആ കാലഘട്ടമായപ്പോഴേക്കും 2-ാം തലമുറയായി. കണ്ടവരാണ് ഇതൊക്കെ സാക്ഷീകരിച്ച് പറഞ്ഞത്. അവരുടെ വാക്ക് കേട്ടവരായ ആൾക്കാർ അടുത്ത തലമുറയ്ക്ക് ഉറപ്പിച്ചു കൊടുത്തു. ഉറപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ് പിന്നെയും ഉറപ്പിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഉറപ്പിച്ചു പോകുന്ന ഒരു കാര്യം ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് വീണ്ടും തുടരേണ്ടതായ ആവശ്യമില്ലെന്നുള്ളത് തുടർന്നുള്ള പഠനങ്ങളിൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കുക, എന്തിനാണ് ഈ ആത്മസ്നാനം അപ്പോസ്തലന്മാർക്ക് നൽകിയത് എന്ന്. അപ്പോസ്തലന്മാർക്ക് ദൈവിക മർമ്മങ്ങൾ മറിഞ്ഞിന്നതിനെ ഇങ്ങോട്ട് ഗ്രഹിക്കാനായിട്ട്. അത് അന്യഭാഷകളിലൂടെ അവർക്ക് ഗ്രഹിക്കാൻ പറ്റും, പ്രവചനത്തിലൂടെ ലഭിക്കാൻ പറ്റും, ജ്ഞാനത്തിലൂടെ ലഭിക്കാൻ പറ്റും. അങ്ങനെ ഈ 3 വഴികളിലൂടെയാണ് അവർക്കിത് ഡയറക്റ്റായിട്ട് ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും അവർക്ക് ഈ ദൂതുകൾ ലഭിച്ചിരുന്നു. കിട്ടിയ വരങ്ങളെയെല്ലാം, ആ കിട്ടിയ ഈ ജ്ഞാനത്തെ എല്ലാം ജനങ്ങളുടെ മുമ്പാകെ സ്ഥാപിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ബാക്കി വരങ്ങളെല്ലാം നൽകപ്പെട്ടത്. അതായത് അത്ഭുതകരമായിട്ട് ചില കാര്യങ്ങൾ പ്രൂഫായിട്ട് നൽകിക്കൊണ്ട് ഈ ജ്ഞാനത്തിൽ കൂടെ കിട്ടിയതിനെ ഉറപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവർക്ക് ആത്മവരങ്ങൾ തങ്ങൾക്കുണ്ട്, അത് മറ്റുള്ളവരിലേക്ക് പകരാനായിട്ടുള്ള കഴിവ് ആത്മസ്നാനത്തിലൂടെയാണ് അവർക്ക് ലഭിച്ചത്. അതും ആത്മവരങ്ങളുടെ പഠനത്തിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആകും. ഇപ്പം അതിൻ്റെ മുഖവരിയായിട്ട് മാത്രം ഇത് ഓർപ്പിക്കാം. അപ്പോസ്തലന്മാരുടെ മേൽ കൈവച്ചോ അവർക്കെല്ലാം ആത്മവരങ്ങൾ ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ആത്മവരങ്ങൾ ലഭിച്ച ആളുകൾ മറ്റുള്ളവരുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്കത് പകർന്നു കൊടുക്കാനായിട്ട് കഴിവുള്ളതായിട്ട് കാണുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അപ്പോസ്തലന്മാർക്ക് മാത്രം എന്താണ് ഈ കഴിവ് കിട്ടിയത്? അവർക്ക് മാത്രമേ ആത്മസ്നാനം കിട്ടിയുള്ളൂ. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഉദ്ദേശമാണ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്ന പെന്തിക്കോസ്ത് നാളിൽ നടന്നതിന്റെ ഉദ്ദേശം മാത്രമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം ദൈവത്തിന്റെ വചനം ശക്തിയോടെ പ്രസംഗിക്കുക. ഇപ്പോൾ അറിവുള്ള കാര്യങ്ങൾ മാത്രമല്ല, അറിയേണ്ട കാര്യങ്ങൾ വെളിപ്പാടുകളിലൂടെയൊക്കെ അവർക്ക് ലഭിക്കുക. ആ ലഭിച്ചതിനെ സത്യമാണ്, ഇത് ദൈവികമാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ അത്ഭുതകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടാണ് ഈ വരങ്ങളെ നൽകിയത്. നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, അത് ഈ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇന്ന് മുഴുവനായിട്ട് നമ്മൾ തീർക്കാനായിട്ട് പറ്റുന്നില്ല. എങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതാണ്. പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടോ എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്കുക കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതായതുകൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയും ഇല്ല. ഇവിടെ നമുക്ക് ഇതിന്റെ പശ്ചാത്തലം അറിയാം.
ഇവിടെ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഈ കൈവപ്പ് ലഭിച്ചയാളാണ്. ആദിമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട 7 ഡീക്കന്മാരിൽ ഒരാളായിരുന്നു ഈ ഫിലിപ്പോസ്. ഫിലിപ്പോസിന് ഈ കൈവപ്പിലൂടെ പല വരങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ശക്തിയോടുകൂടി പോയിട്ട് സുവിശേഷം ശമര്യയിൽ അറിയിച്ചു. പല ആളുകളും വിശ്വാസത്തിലേക്ക് വന്നു. അപ്പോൾ ഈ വിവരം അപ്പോസ്തലന്മാർ കേട്ടപ്പോൾ അങ്ങോട്ട് പത്രോസിനെയും യോഹന്നാനെയും അയക്കുകയാണ്. അവരവിടെ ചെന്നപ്പോൾ ഒരു കാര്യം അവർക്ക് മനസ്സിലായി, ഇവർ സ്നാനമേറ്റു. അതായത് അവർക്ക് പാപമോചനം ലഭിച്ചു, പരിശുദ്ധാത്മാവ് ദാനവും കിട്ടി. പക്ഷെ അതുവരെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല എന്ന് പറയുന്നില്ല. അവര് സ്നാനമേറ്റുന്നതേ ഉള്ളൂ, അവരുടെ മേൽ ഈ ശക്തികളായിട്ടുള്ള അടയാളങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പോസ്തലന്മാർ വരേണ്ടി വന്നു. എവിടെ നിന്ന്? യെരൂശലേമിൽ നിന്ന്. ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഫിലിപ്പോസിന് കൈവപ്പിലൂടെ ഈ ആത്മവരങ്ങൾ പകുത്തുകൊടുക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം ആത്മവരം ലഭിച്ച ഒരാളാണ് കൈവപ്പിലൂടെ. അതിൻ്റെ അർത്ഥം ആ തലമുറ കഴിയുമ്പോൾ തുടർന്ന് നൽകിക്കൊണ്ടിരിക്കാനായിട്ട് ആളുകളില്ല. സത്യത്തിൽ ആ തലമുറ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പൂർണ്ണമായ വചനം മനുഷ്യന്മാർക്ക് കിട്ടും. അത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് പിന്നെ തുടർന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം സത്യമാണെന്നുള്ളത് സ്ഥാപിക്കാൻ വേണ്ടി നൽകിയ ഈ അത്ഭുതകരമായിട്ടുള്ള, ഉറപ്പിക്കാൻ വേണ്ടി കൊടുത്ത ഈ അത്ഭുതകരമായ വരങ്ങൾ സഭാകാലം ഉടനീളം തുടരേണ്ട ആവശ്യമില്ല. അപ്പോസ്തലന്മാരുടെ കൈവപ്പുള്ളവർക്കേ അത് കിട്ടത്തുള്ളൂ. അത് നല്ല തെളിവാണ്. ഇവിടെ ഫിലിപ്പോസിന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അതിന് പത്രോസും യോഹന്നാനും യെരൂശലേമിൽ നിന്ന് വരേണ്ടി വന്നു. ഇനി ഈ കാര്യം നമ്മൾ ഇതും ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. സഭയെ സ്ഥാപിക്കാനും ശിക്ഷണത്തിൽ നയിക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് അപ്പോസ്തലന്മാർക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ 4 ഉദ്ദേശങ്ങളാണ് ഈ പരിശുദ്ധാത്മ സ്നാനം പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചെന്നുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ ഇന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ട്. അതുകൊണ്ട് ഈ 2 3 4 നമുക്ക് വരുന്ന ക്ലാസ്സിൻ്റെ പ്രാരംഭത്തിൽ ഒന്ന് റീക്യാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്നത്തേത് ഒരല്പം ഗഹനമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് സംശയങ്ങളും സ്വാഭാവികമായി വരാം. അതെല്ലാം ഗ്രൂപ്പിലിടുക, നമുക്കതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധയോടുകൂടി സംബന്ധിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.